ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ಪ್ರಭುಕ್ರಿಸ್ತರಲ್ಲಿ ಆತ್ಮೀಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ഇന്ന് പെസഹ വ്യാഴം. ಇಂದು ಪವಿತ್ರ ಗುರುವಾರ. ആദ്യമായി തന്നെ ഏവർക്കും ഈ പെസഹ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളാശംസകളും സ്നേഹപൂർവ്വം ആശംസിച്ചു കൊള്ളുകയാണ്. RRC ಧ್ಯಾನ ಕೇಂದ್ರದಲ್ಲಿ CST ಗುರುಗಳು ಫಾದರ್ ಜೋಸೆಫ್ ಅವರು ಈ ಪವಿತ್ರ ಗುರುವಾರ ಹಬ್ಬದ ಶುಭಾಶಯಗಳನ್ನು ನಿಮ್ಮೆಲ್ಲರಿಗೆ ಕೋರುತ್ತಿದ್ದೇವೆ. പഴയ നിയമത്തിൽ പെസഹ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് കടന്നുപോകലിൻ്റെ തിരുനാൾ എന്നാണ്. ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಪಾಸ್ಕಾ ಹಬ್ಬ ಅಂದರೆ ದಾಟಿ ಹೋಗುವುದು ಎಂದು ಅರ್ಥ. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കാനാൻ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നുപോയതിൻ്റെ ഓർമ്മയാചരിക്കുന്ന സുന്ദരമായ സുദിനമാണ് ഈ പെസഹ ദിനം. ಈಜಿಪ್ಟಿನ ದಾಸತ್ವದಿಂದ ಬಿಡುಗಡೆಯನ್ನು ಹೊಂದಿಕೊಂಡು ಹಾಲು ಜೇನು ಹರಿಯುವ ಕಾನಾನ್ ನಾಡನ್ನ ತಲುಪಿದಂತ ಸುಂದರವಾದ ಆಶೀರ್ವಾದವಾದ ಹಬ್ಬ ಇದಾಗಿದೆ. ഒരു അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളും ദേശങ്ങളും അതിൽ നിന്ന് വിമുക്തരായി സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാവരെയും സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒന്നാണ്. ಒಂದು ದೇಶದಲ್ಲಿ ಗುಲಾಮತನದಲ್ಲಿ ದಾಸತ್ವದಲ್ಲಿದ್ದ ಒಂದು ದೊಡ್ಡ ಜನಾಂಗ ಸಂಪೂರ್ಣವಾದ ಬಿಡುಗಡೆಯನ್ನು ಹೊಂದಿಕೊಂಡು ಹರ್ಷದಿಂದ ಸಂತೋಷದಿಂದ ಸ್ವತಂತ್ರ ದಿನವನ್ನ ಸ್ವತಂತ್ರರಾಗಿ ಅವರು ಬಿಡುಗಡೆ ಹೊಂದಿ ಸಂಭ್ರಮಿಸುವ ದಿನವಾಗಿದೆ. കാരണം ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷയിലേക്കും സന്തോഷത്തിലേക്കുമുള്ള ഒരു വലിയ പ്രയാണമാണ് അത്. ಕಾರಣ ದುಃಖದಿಂದಲೂ ಕಷ್ಟ ಸಂಕಟಗಳಿಂದಲೂ ದಾಸತ್ವದಿಂದಲೂ ಬಿಡುಗಡೆಯನ್ನು ಹೊಂದಿಕೊಂಡು ಹೊರಟು ಬಂದ ಸಂತೋಷದ ಪ್ರಯಾಣವಾಗಿದೆ. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 8:14 ನಾವು ನೋಡುತ್ತೇವೆ, ನಿಮ್ಮನ್ನು ದಾಸತ್ವದಿಂದ ಬಿಡುಗಡೆ ಮಾಡಿ ಆಲುಜೇನು ಅರಿವ ನಾಡಿಗೆ ಕರೆದುಕೊಂಡು ಬಂದ ದೇವರನ್ನು ಎಂದಿಗೂ ನೀವು ಮರೆತು ಹೋಗಬಾರದು. അപ്പോൾ നിങ്ങൾ ദൈവത്തെ മറന്നു പോകരുത്, ദൈവത്തിൻ്റെ കൃപകളെ മറന്നു പോകരുത്, ദൈവത്തിൻ്റെ രക്ഷയെയും കൽപ്പനകളെയും നിങ്ങൾ മറന്നു പോകരുത്. ನೀವು ದೇವರ ಕೃಪೆಯನ್ನು, ದೇವರ ವಾಕ್ಯಗಳನ್ನು, ದೇವರ ಪ್ರೀತಿಯನ್ನು, ದೇವರ ಆಜ್ಞೆಯನ್ನು ಎಂದಿಗೂ ನೀವು ಮರೆಯಕೂಡದು. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നമ്മൾ പെസഹ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്. ಈ ಒಂದು ಘಟನೆಯನ್ನು ನಮಗೆ ನೆನಪಿಗೆ ತರುವಂತದ್ದಾಗಿದೆ ಪಾಸ್ಕಾ ಹಬ್ಬದ ಆಚರಣೆಯ ದಿನ. ഈ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം, പെസഹ രാത്രിയിൽ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഒരുമിച്ച് ഒരു പെസഹ ആചരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ಹಳೆಯ ಒಡಂಬಡಿಕೆಯಿಂದ ಹೊಸ ಒಡಂಬಡಿಕೆಗೆ ಬಂದು ನಾವು ನೋಡುವುದಾದರೆ ಪಾಸ್ಕಾ ಹಬ್ಬದ ಇಂದಿನ ದಿನ ಪವಿತ್ರ ಗುರುವಾರ ಪ್ರಭು ಯೇಸು ತನ್ನ ಶಿಷ್ಯರೊಟ್ಟಿಗೆ ಪಾಸ್ಕಾ ಭೋಜನವನ್ನ ಭುಜಿಸಿದರು ಎಂಬುದನ್ನು ನೋಡುತ್ತೇವೆ. ആ പെസഹ അത്താഴത്തിൻ്റെ സമയത്ത് കർത്താവ് സ്വന്തം ശരീരങ്ങൾ എടുത്ത് വിഭജിച്ച് വാഴ്ത്തി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ಆ ಪವಿತ್ರ ಭೋಜನದ ಸಮಯದಲ್ಲಿ ಪ್ರಭು ಯೇಸು ರೊಟ್ಟಿಯನ್ನು ತೆಗೆದುಕೊಂಡು ಇದು ನನ್ನ ಸ್ವಂತ ಶರೀರ ಎಂದು ಅದನ್ನು ಮುರಿದು ಪ್ರಾರ್ಥಿಸಿ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸಿ ತನ್ನ ಶಿಷ್ಯರಿಗೆ ಭುಜಿಸಲು ಕೊಟ್ಟರು. അവിടുന്ന് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ಆಗ ಪ್ರಭು ಯೇಸು ರೊಟ್ಟಿಯನ್ನು ಅವರಿಗೆ ಕೊಡುತ್ತಾ ಹೇಳಿದರು, ಇದು ನನ್ನ ಶರೀರ, ಇದನ್ನು ತೆಗೆದುಕೊಂಡು ನೀವು ಭುಜಿಸಿರಿ. വീണ്ടും അവിടുന്ന് പറയുകയാണ്, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ಪಾನಪಾತ್ರೆಯನ್ನು ಪವಿತ್ರೀಕರಿಸಿ ಶಿಷ್ಯರಿಗೆ ಕೊಡುತ್ತಾ ಹೇಳಿದರು, ಇದು ನನ್ನ ರಕ್ತ, ಇದನ್ನು ನೀವೆಲ್ಲರೂ ಪಾನ ಮಾಡಿರಿ ಎಂಬುದಾಗಿ. ഇതുപോലെ നിങ്ങളും മുറിയപ്പെടേണ്ടവരാണ് എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ ഒരു അന്ത്യ അത്താഴ സമയത്ത് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകുന്നത്. ಈ ಒಂದು ಘಟನೆಯ ಮೂಲಕ ಹೇಗೆ ತನ್ನ ಶರೀರವನ್ನು ಮುರಿದು ಕೊಟ್ಟರೋ ಅದೇ ರೀತಿ ನೀವು ಸಹ ನಿಮ್ಮ ದೇಹಾತ್ಮಗಳಲ್ಲಿ ಮುರಿಯಲ್ಪಡಬೇಕೆಂದು ಶಿಷ್ಯರಿಗೆ ಸಾಂಕೇತಿಕವಾಗಿ ತೋರಿಸಿಕೊಟ್ಟರು. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈശോ പരിശുദ്ധ കുർബാന ഈ ദിവസം സ്ഥാപിച്ചത്. ಪ್ರಭು ಯೇಸು ಆ ಪಾಸ್ಕಾ ಭೋಜನದ ಸಮಯದಲ್ಲಿ ವಿಶೇಷವಾಗಿ ಪವಿತ್ರ ಬಲಿಪೂಜೆಯನ್ನ ಸ್ಥಾಪನೆ ಮಾಡಿದ್ದು, ನಾನು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸಿದಂತೆಯೇ ನೀವು ಸಹ ಒಬ್ಬರನ್ನೊಬ್ಬರು ಪ್ರೀತಿಸಿರಿ ಎಂಬ ಆಜ್ಞೆ ಮೂಲಕ. ഓരോ പരിശുദ്ധ കുർബാനയും അൾത്താരയിൽ അർപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമെന്നത്, ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ
എന്ന് ഈശോ പറഞ്ഞ അതേ ಕಾര്യം അനുവർത്തിക്കപ്പെടുവാനായിട്ട് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു ಎನ್ನುವುದನ್ನು. ಪ್ರತಿ ದಿನ ನಾವು ದಿವ್ಯ ಬಲಿಪೂಜೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಾಗ ಪ್ರಭು ಯೇಸು ಹೇಳಿದ ವಚನಗಳು, ಇದನ್ನು ನನ್ನ ಸ್ಮರಣೆಗಾಗಿ ಮಾಡಿರಿ ಎಂಬ ವಚನದ ಆಧಾರದ ಮೇರೆಗೆ ನಾವು ದಿವ್ಯ ಬಲಿಪೂಜೆಯನ್ನ ಮಾಡುತ್ತೇವೆ. അങ്ങനെയെങ്കിൽ ഈശോ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ಹೀಗೆ ಯೇಸು ಹೇಳಿರುವಾಗ ಅದನ್ನು ನಾವು ಮಾಡದೇ ಇದ್ದಾಗ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಏನಾಗುತ್ತದೆ? കർത്താവിന്റെ കൽപ്പനയെ അപ്പോൾ നമ്മൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ದೇವರ ಆಜ್ಞೆಯನ್ನು ನಾವು ಉಲ್ಲಂಘನೆ ಮಾಡಿದಂತಾಗುತ್ತದೆ. അതുവഴി നമ്മൾ ദൈവത്തിനെതിരെ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. ಅದರ ಮೂಲಕ ದೇವರ ವಿರುದ್ಧವಾಗಿ ನಾವು ಪಾಪ ಮಾಡಿದವರಾಗುತ್ತೇವೆ. മറ്റാരും കാണിക്കാത്തതിനപ്പുറം എത്ര വലിയ സ്നേഹമാണ് ഈശോ നമ്മോട് കാണിച്ചിരിക്കുന്നത്. ಯಾರೂ ಕೊಡದಂತ ಅತಿಶಯವಾದ ದೈವಿಕ ಪ್ರೀತಿಯನ್ನ ಪ್ರಭು ಯೇಸು ನಮ್ಮ ಮೇಲೆ ಸುರಿಸಿದ್ದಾರೆ. അതുകൊണ്ടാണല്ലോ തൻ്റെ ശിഷ്യനായിരുന്ന യൂദാസ് തന്നെ ഉറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും തൻ്റെ അന്ത്യ അത്താഴവേളയിൽ അവനെ കൂടി പങ്കുചേർക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചത്. ಆದ ಕಾರಣ ಪ್ರಭು ಯೇಸು ತನ್ನನ್ನು ಹಿಡಿದುಕೊಡಲಿದ್ದ ಗುರುದ್ರೋಹಿಯಾದ ಯೂದ ಇಸ್ಕರಿಯೋತನನ್ನು ಸಹ ಆ ಪವಿತ್ರ ಭೋಜನದಲ್ಲಿ ಭಾಗವಹಿಸುವಂತೆ ಕರೆ ನೀಡಿದರು. എന്നാൽ യൂദാസ് ചിന്തിച്ചത് തൻ്റെ സ്വന്തം കാര്യം മാത്രമായിരുന്നു. ಆದರೆ ಯೂದನು ತನ್ನ ಮನಸ್ಸಿನಲ್ಲಿ ತನ್ನ ಸ್ವಂತ ಆಸೆಯನ್ನು ನೆರವೇರಿಸುವುದಕ್ಕಾಗಿ ಕಾದಿದ್ದ. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി തീരേണ്ടവരാണ്. ಪ್ರಭು ಯೇಸು ಆ ಪವಿತ್ರ ಭೋಜನದ ಮೂಲಕ ಶಿಷ್ಯರಿಗೆ ಕೊಟ್ಟಂತ ಪಾಠ, ನೀವು ಸಹ ಪರರಿಗಾಗಿ ಯಜ್ಞ ಬಲಿಯಾಗಿ ಮುರಿಯಲ್ಪಡಬೇಕು ಎಂಬುದಾಗಿ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടേണ്ടവരാണ്. ನೀವು ಪರರಿಗಾಗಿ ಶರೀರದಲ್ಲಿ ಮುರಿಯಲ್ಪಡಬೇಕಾದವರು. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടവരാണ്. ನೀವು ಪರರ ಸೇವೆಯನ್ನು ಸಹಾಯವನ್ನು ಮಾಡಬೇಕಾದವರು. നിങ്ങൾ മറ്റുള്ളവരെ നേടിയെടുക്കേണ്ടവരാണ്. ನೀವು ಪರರನ್ನು ಸಂತೈಸಿ ಮೇಲೆ ಕೆತ್ತಬೇಕಾದವರು. ആരെയും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടവരല്ല. ಯಾರನ್ನು ನೀವು ಉಪೇಕ್ಷಿಸಬಾರದು, ತಿರಸ್ಕರಿಸಬಾರದು. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിവസം ഈശോ സ്ഥാപിച്ച മറ്റൊരു കൂദാശയാണ് പൗരോഹിത്യം എന്ന കൂദാശ. ಆ ಪವಿತ್ರ ಭೋಜನದ ಸಮಯದಲ್ಲಿ ಪ್ರಭು ಯೇಸು ಸ್ಥಾಪನೆ ಮಾಡಿದ ಮತ್ತೊಂದು ವಿಶೇಷವಾದ ಕಾರ್ಯ ಯಾಜಕರ ಅಭಿಷೇಕದ ದಿನ. അൾട്ടാരകളിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി ഈശോ പൗരോഹിത്യം എന്ന കൂദാശ സ്ഥാപിച്ച സുദിനമാണ് ഇന്ന്. ಬಲಿಪೀಠದ ಮೇಲೆ ನಿಂತು ಪ್ರಭು ಯೇಸುವಿನ ಆ ದಿವ್ಯ ಬಲಿಯನ್ನು ಅರ್ಪಿಸುವ ಅಭಿಷೇಕವನ್ನು ಯಾಜಕರಿಗಾಗಿ ಸ್ಥಾಪನೆ ಮಾಡಿದ ದಿನವಾಗಿದೆ. ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. ಈ ದಿನ ನಾವೆಲ್ಲರೂ ವಿಶೇಷವಾಗಿ ಎಲ್ಲ ಗುರುಗಳಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕಾದ ದಿನವಾಗಿದೆ. കർത്താവിന്റെ സാന്നിധ്യം ലോകം മുഴുവനിലും നിലനിർത്തുവാനുള്ള ഒരു വലിയ ദൗത്യമാണ് പുരോഹിതർക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರ ಪ್ರಸನ್ನತೆ ಲೋಕದೆಲ್ಲೆಡೆಗೂ ಪ್ರತಿಷ್ಠಾಪಿಸಲ್ಪಡುವಂತೆ ಗುರುಗಳನ್ನು ಅದಕ್ಕಾಗಿ ವಿಶೇಷವಾಗಿ ದೇವರು ನೇಮಕ ಮಾಡಿದ್ದಾರೆ. പൗരോഹിത്യം എന്നത് ദൈവത്തിന്റെ വലിയൊരു ദാനമാണ്. ಯಾಜಕ ಎಂಬ ಒಂದು ಕೆಲಸ ದೇವರ ಶ್ರೇಷ್ಠ ಅನುಗ್ರಹವಾಗಿದೆ. ബലഹീനരായ മനുഷ്യരിൽ കർത്താവ് ഈ വലിയ ദാനം നിക്ഷേപിച്ചിരിക്കുകയാണ്. ಬಲಹೀನನಾದ ಒಬ್ಬ ಮನುಷ್ಯನನ್ನು ಯಾಜಕನಾಗಿ ಮಾರ್ಪಡಿಸಿ ಅಂತ ಸೌಭಾಗ್ಯವನ್ನು ದೇವರು ನೀಡಿದ್ದಾರೆ. വിശുദ്ധ പൗലോസ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പോലെ മൺപാത്രങ്ങളിലാണ് ഈ നിധി നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. ಸಂತ ಪೌಲರು ಹೇಳಿರುವ ರೀತಿಯಲ್ಲಿ ಮಣ್ಣಿನ ಮಡಕೆಯ ರೀತಿಯಲ್ಲಿರುವ ನಮ್ಮೊಳಗೆ ಮಾಣಿಕ್ಯದಂತ ಅಭಿಷೇಕದ ಶಕ್ತಿ ಇದೆ. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കുർബാനയായിട്ട് മാറേണ്ടവരാണ് എല്ലാ പുരോഹിതരും. ಪರರಿಗಾಗಿ ಒಂದು ದಿವ್ಯ ಬಲಿಯನ್ನಾದರೂ ಅರ್ಪಿಸಬೇಕೆಂಬ ಕರ್ತವ್ಯಕ್ಕೆ ಎಲ್ಲ ಗುರುಗಳು ಬದ್ಧರಾಗಿದ್ದಾರೆ. പൗരോഹിത്യം എന്നത് ഒരു ശൂന്യവൽക്കരണമാണ്. ಯಾಜಕನ ಸೇವೆ ಎನ್ನುವುದು ಮಹತ್ವದ ಕೆಲಸವಾಗಿದೆ. സ്നേഹം നിറഞ്ഞവരെ, പെസഹായുടെ സുദിനത്തിൽ ഈശോ ചെയ്തൊരു കർമ്മമാണ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെയും വിനയത്തിന്റെയും ശുശ്രൂഷയുടെയും മാതൃക നമുക്ക് കാണിച്ചു തന്നത്. ಪವಿತ್ರ ಭೋಜನದ ಸಮಯದಲ್ಲಿ ಪ್ರಭು ಯೇಸು ಸೇವಕರ ದೀನತೆಯನ್ನು, ನಮ್ರತೆಯನ್ನು ತೋರಿಸಿಕೊಟ್ಟದ್ದು ಶಿಷ್ಯರ ಪಾದಗಳನ್ನ ತೊಳೆಯುವುದರ ಮೂಲಕ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ കടപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്. ನಿಮಗೆ ನಾನು ಗುರುವೂ ಬೋಧಕನೂ ಆಗಿರುವಲ್ಲಿ ನಾನೇ ನಿಮ್ಮ ಪಾದಗಳನ್ನು ತೊಳೆದಿರುವಾಗ ನೀವು ಸಹ ಒಬ್ಬರೊಬ್ಬರ ಪಾದಗಳನ್ನು ತೊಳೆಯುವ ಹಂಗಿನಲ್ಲಿದ್ದೀರಿ ಎಂದು ಯೇಸು ತೋರಿಸಿಕೊಟ್ಟರು. തൻ്റെ ശിഷ്യന്മാർ അവരുടെ ഭാവജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന്
ഈശോ അതുവഴി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ಶಿಷ್ಯರು ಮುಂದೆ ತಮ್ಮ ಭವಿಷ್ಯದ ಜೀವಿತದಲ್ಲಿ ಯಾವ ರೀತಿ ಜೀವಿಸಬೇಕೆಂಬುದು ಪ್ರಭು ಯೇಸು ಈ ಪಾಠದ ಮೂಲಕ ತೋರಿಸಿಕೊಟ್ಟರು. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ನಮ್ಮ ಜೀವಿತವನ್ನು ಸ್ವಲ್ಪ ನಾವು ಪರಿಶೋಧಿಸಿ ನೋಡೋಣ. എളിമപ്പെടേണ്ട അവസരങ്ങൾ കിട്ടിയപ്പോൾ നമ്മുടെ പ്രതികരണം എപ്രകാരമായിരുന്നു? ನಮ್ಮನ್ನೇ ನಾವು ತಗ್ಗಿಸಿಕೊಳ್ಳಬೇಕಾದ ಸಮಯ ಸಂದರ್ಭಗಳಲ್ಲಿ ನಮ್ಮ ವರ್ತನೆ ಹೇಗಿರುತ್ತದೆ? സ്വയം ചെറുതാകുവാനും മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുവാനും ചെറിയവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ತನ್ನನ್ನೇ ತಾನು ತಗ್ಗಿಸಿಕೊಂಡು ಪರರ ಸೇವೆಯನ್ನು ಮಾಡಲು, ಅವರ ಶುಶ್ರೂಷೆಯನ್ನು ಮಾಡಲು ನಮ್ಮಲ್ಲಿ ತಾಳ್ಮೆ, ದೀನತೆ ಎಂಬ ಗುಣಗಳು ಕಾರ್ಯ ಮಾಡುತ್ತಿದೆಯೇ ಎಂಬುದನ್ನು ಪರಿಶೋಧಿಸಿ ನೋಡೋಣ. ഈശോ കാണിച്ചു തന്ന ഈ നല്ല മാതൃക അനുവർത്തിക്കുവാനായിട്ട് ഈ പെസഹ തിരുനാളിൽ അവിടെ നമ്മളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ಪ್ರಭು ಯೇಸು ತೋರಿಸಿಕೊಟ್ಟಂತ ಈ ಶ್ರೇಷ್ಠವಾದ ಜೀವಿತದ ಮಾದರಿಯನ್ನ ನಾವು ಸಹ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಅಳವಡಿಸಿಕೊಳ್ಳಬೇಕಾಗಿದೆ. ഈശോയുടെ രക്ഷാകര കർമ്മങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന അവിടുത്തെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും അനുസ്മരിപ്പിക്കുന്നതിൻ്റെ തുടക്കമാണ് ഈ പെസഹ തിരുനാൾ. ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರ ಶಿಲುಬೆಯ ಪಾಡು, ಯಾತನೆ, ಮರಣವನ್ನ ಪ್ರಾರಂಭ ಮಾಡಲು ಅದಕ್ಕೆ ಹಿಂದಿನ ದಿನ ಪವಿತ್ರ ಭೋಜನ ಪಸ್ಕ ആമന്ത്രണವಾಗಿದೆ. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ നിന്നും വിടവാങ്ങുന്നതിൻ്റെ ഒരു അനുസ്മരണം പ്രത്യേകമായിട്ട് ഈ പെസഹായിൽ നമ്മൾ ഓർമ്മിക്കുകയാണ്. ಆ ಪವಿತ್ರ ಭೋಜನದ ಸಮಯದಲ್ಲಿ ಪ್ರಭು ಯೇಸು ತಮ್ಮ ಶಿಷ್ಯರಿಗೆ ಒಂದು ವಿದಾಯ ಹೇಳುವುದು ಅಥವಾ ಬೀಳ್ಕೊಡುಗೆ ನೀಡುವ ಒಂದು ಸಮಾರಂಭವಾಗಿ ಮಾರ್ಪಡಿಸಿದ್ದಾರೆ. അതിനാൽ പ്രിയമുള്ളവരെ, ഈ പെസഹ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവം സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയെ ഓർത്ത്, ദൈവം സ്ഥാപിച്ച പൗരത്വത്തെ ഓർത്ത്, ദൈവം നമുക്ക് നൽകിയ നല്ല മാതൃകയെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ಆದ ಕಾರಣ ಈ ಪವಿತ್ರ ಗುರುವಾರ, ಈ ಹಬ್ಬದ ಸಂಭ್ರಮದ ದಿನಾಚರಣೆಯಲ್ಲಿ ಪ್ರಭು ಯೇಸು ನಮಗೆ ತೋರಿಸಿಕೊಟ್ಟಂತ ದೀನತೆ, ನಮ್ರತೆ, ಪರರ ಸೇವೆಯ ಒಂದು ಜೀವಿತದ ಮಾದರಿ, ಗುರುಗಳ ಒಂದು ಅಭಿಷೇಕದ ಜೀವನ, ಬಲಿಪೂಜೆಯ ಮಹತ್ವವನ್ನು ಅರಿತುಕೊಂಡು ಅದನ್ನು ಗೌರವಿಸಿ ನಾವು ಜೀವಿಸೋಣ. ഓരോ ദൈവാലയങ്ങളുടെയും സക്രാരിക്കുള്ളിൽ കെടാത്ത വിളക്ക് പോലെ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യം നിലകൊള്ളുകയാണ്. ಪ್ರತಿಯೊಂದು ದೇವರ ಆಲಯದಲ್ಲಿ ಆರಿ ಹೋಗದ ದೀಪದಂತೆ, ಸದಾಕಾಲ ಪ್ರಜ್ವಲಿಸುವ ಬೆಂಕಿಯಂತೆ ದೇವರ ಪ್ರಸನ್ನತೆ ತುಂಬಿರುತ್ತದೆ. ഈ ദൈവ സാന്നിധ്യം വഴിയായി അത്ഭുതങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. ಆದ ಕಾರಣ ದೇವರ ಆಲಯದಲ್ಲಿ ಬಂದು ದೇವರ ಪ್ರಸನ್ನತೆಯಲ್ಲಿ ಅವರು ಪ್ರಾರ್ಥಿಸಿ ದೇವರಿಂದ ಪಡೆದುಕೊಂಡ ರೋಗ ಸೌಖ್ಯ, ಬಿಡುಗಡೆ, ಆಶೀರ್ವಾದದ ಮೂಲಕ ಯೇಸು ಇಂದಿಗೂ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಜೀವಿಸುತ್ತಿದ್ದಾರೆ ಎಂಬುದು ಸಾಕ್ಷೀಕರಿಸಲ್ಪಡುತ್ತದೆ. അതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ വാഹകരാകുവാനും ഈശോയുടെ പെസഹ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും ആ ചേതനത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ പുണ്യദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ಈ ಪವಿತ್ರ ಗುರುವಾರದ ಈ ಪವಿತ್ರ ಸಮಯದಲ್ಲಿ ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರ ಪಾಡು, ಯಾತನೆಯನ್ನ ಸ್ಮರಣೆ ಮಾಡುವ ಈ ಹಬ್ಬದ ಸಮಯದಲ್ಲಿ ಯೇಸುವಿನ ಜೀವನ ಚರಿತ್ರೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಅಳವಡಿಸಿಕೊಂಡು ಹೋಗುವಂತೆ ನಾವು ಸಿದ್ಧರಾಗೋಣ. ഒരിക്കൽ കൂടി ഏവർക്കും ഈ പെസഹ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുകയാണ്. ಈ ಪವಿತ್ರ ಗುರುವಾರ ಹಬ್ಬದ ಎಲ್ಲ ಶುಭಾಶಯಗಳು, പ്രാർത്ഥനകളൊന്നിಗೆ നിമ്മെല്ലರಿಗೂ സല്ലിಸುತ್ತೇವೆ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ.